പത്തിരുന്നിട്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ പത്രക്കാരെ കാണാൻ വയ്യ. ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ മനസ്സിലാക്കണം, ഒരു മാതൃഹൃദയത്തിന്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഷാരിക്കുമുണ്ടായിരുന്നു ഒരമ്മ, ഷാരിക്കുമുണ്ടായിരുന്നു ഒരച്ഛൻ, അതുപോലെ അനകക്കുമുണ്ടായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ. നിങ്ങൾ ഓർത്തില്ല, നിങ്ങളുടെ ആവാസന്മാരായ മക്കൾ കയറിയിട്ട് വൃത്തികേടുകൾ കാണിക്കുമ്പോ എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നു? ആഭ്യന്തരമന്ത്രിയുടെ എറണാകുളത്ത് അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് എറണാകുളത്തെ ഫ്ളാറ്റിൽ ഈ 2 പെൺകുട്ടികളെ കൊണ്ടുപോയിരുന്നു ഈ 3 മന്ത്രിപുത്രന്മാർ എന്നതിന് പത്രങ്ങളിൽ എഴുതിയതില്ലേ? എന്നിട്ട് എവിടെ എത്തി? ഷാരിയുടെ കേസ് എവിടെ എത്തി? അതുപോലെ തന്നെ അനഘയുടെ കേസ് എവിടെ എത്തി? ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു നിയമമുണ്ട്. എന്താ? ഒരു പോലീസിന്റെ ഒരു ഓർഡറാണ്. എന്ന് വെച്ചാൽ 10 മണി ആയാൽ 9 മണി കഴിഞ്ഞ് 10 മണിയൊക്കെ ആകുമ്പോ സ്ത്രീകൾ ടൗണിൽ വരികയാണെങ്കിൽ കമ്പാനിയൻ ഇല്ലാതെ കൂടെ ആളില്ലാണ്ട് റോട്ടുമേൽ ഇറങ്ങാൻ പാടില്ല എന്നാണ്. എന്താ കാരണം? 9 മണി കഴിഞ്ഞാൽ നമ്മളെ മന്ത്രിമാരെ മക്കൾ റോട്ടുമേൽ ഇറങ്ങും. അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ പോയിക്കോളി എന്നാണ്. തിരുവനന്തപുരത്ത് അത്തരത്തിൽ ആവാസന്മാരുടെ ഒരു കുടുംബമായിട്ട് ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിവാദം വന്നു. എന്താണ്? ഒരു പണക്കൊതിച്ചിയാണ് എന്ന് പത്രങ്ങൾ എഴുതി. വലിയ ആർത്തിയാണ്. വലിയ വലിയ ഷോപ്പുകളിൽ പോയിട്ട് വലിയ വലിയ സാരികൾ, വലിയ വലിയ സാരി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്, മകന്റെ കല്യാണത്തിന് എടുത്ത സാരിക്ക് 1 ലക്ഷത്തിലധികം വില. മകന്റെ കല്യാണത്തിന് എടുത്ത സാരിക്ക് ധരിച്ച മാലക്ക്, വജ്രമാലക്ക് 20 ലക്ഷം രൂപയോളം വില. ആർത്തിപ്പണ്ടാരങ്ങളായിട്ടുള്ള കുറെ ആളുകൾ. ഈ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടാണ് നമ്മൾ ആഭ്യന്തരമന്ത്രി അമേരിക്കക്ക് പോയത്. അതും അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലത്ത് അങ്ങനെ ഒരു ദ്രോഹം അവരോട് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടോ ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ട് പോന്നു. ഒരാഴ്ച ഈ പെണ്ണുങ്ങൾ നടന്നു പിരിവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ആഭ്യന്തരമന്ത്രി നേരത്തെ പോന്നു, ഭാര്യ പിന്നെ വന്നു. കുടുംബടക്കിയിട്ട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നമ്മളെ മന്ത്രി കരീമൊക്കെ ഇതാ സലാമൊക്കെ ജാഥ നയിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. എന്തിന്? അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട വിഷയം. അതിന്റെ പേരിലാണ്. എന്തിനാണ് കരീം മലപ്പുറത്തെ ആർക്കും എത്ര സുഗമമായി ലഭ്യമായിരുന്ന ഒരു ഭൂമി ഇൻകലിന് കൊടുത്തത്? ആരുടെയാ ഇൻകല്ല്? നിങ്ങൾ മനസ്സിലാക്കണം. MA യൂസഫ് അലി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുതലാളിയുടെ, അതുപോലെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ, PK മേനോന്റെ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുതലാളിയായിട്ടുള്ള ഷെട്ടിയുടെ, PV അബ്ദുൽ വഹാബിന്റെ, രാജ്യത്തെ സമ്പന്നന്മാരുടെ അവരുടെ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഇവിടുത്തെ പാവങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ക്യാമ്പസ്, മലയാളികളുടെ സംസ്കാരമായി മാറുമായിരുന്ന ഒരു ക്യാമ്പസിന്റെ കടക്കൽ കത്തിവെച്ചത് എന്തിനാണ് കരീം? അതിന്റെ പണം ഞണ്ണാൻ. മലപ്പുറത്തുകാരന് കിട്ടേണ്ട ആ ക്യാമ്പസും വിറ്റിട്ട്, അതിന്റെ ഭൂമിയും വിറ്റിട്ട്, അതുപോലും പൂട്ടടിക്കുന്ന കരീമുമാരുടെ പുതിയ സർക്കാർ ഇല്ലേ? ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ 172 കോടി ഉറുപ്പികയാണ് NRHM പദ്ധതിക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് കൊടുത്തത്. അതിൽ 60 ലക്ഷം ഉറുപ്പിക, 60 കോടി ബാക്കിയുള്ളത് ICICI ബാങ്കിലിട്ട് അതിന്റെ പണം കൂടി തിന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി. എല്ലാവരും തോമസ് ഐസക് എന്താ പറഞ്ഞത്? ഒരു വലിയ സഞ്ചിയും താടിയൊക്കെ ആയിട്ട് ഒരു വലിയ ബുദ്ധിജീവിയുടെ പരിവേഷമായിട്ട് വന്നതാണ്. രാജ്യം മുഴുവൻ നടന്ന് കട്ടോണ്ടിരിക്കുന്നു. ഇയാൾ പറഞ്ഞത് അഴിമതി വിരുദ്ധ വാളയാർന്ന്. അഴിമതി ഉണ്ടാക്കൂല. വലിയ ബഹളം, പത്രക്കാരൊക്കെ വലിയ വാർത്ത. കണക്കെടുത്ത് നോക്കുമ്പോഴോ 27 കോടി ഉറുപ്പ്യ കുറവ്. കാരണം നമുക്ക് 27 പോലീസുകാരൻ 100 ഉറുപ്പ്യ വാങ്ങുമായിരുന്നു. അതിനേക്കാൾ വലിയ കള്ളൻ തോമസ് ഐസക്കാണ് അവിടെ കാവലിരുന്നത്. അപ്പോഴോ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 27 കോടി ഉറുപ്പിക അവിടെ നിന്ന് കുറവ് വന്നു. എല്ലാ അർത്ഥത്തിലും അഴിമതിയുടെ കള്ളന്മാരുടെ ഒരു മന്ത്രിസഭ. ആരാ ചോദിക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ചെവിക്ക് പിടിച്ച് നിയന്ത്രിക്കാൻ ഹെൽപ്പുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ആരാ ചോദിക്കേണ്ടത്? പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി ആരാണ്? വലിയ കളവ് നടത്തിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ കളവനാണ്. മൂപ്പര പേരുള്ളത് 374 കോടിയാണ്. ഇതൊക്കെ ചെറിയ 100 കോടി 200 കോടി അങ്ങനെയാണ്. അപ്പൊ പാർട്ടി സെക്രട്ടറിയോളം വരില്ല മന്ത്രിമാരുടെ അഴിമതി. പിന്നെ എങ്ങനെ ചോദിക്കാൻ പറ്റും? കൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കുന്ന ഉറപ്പാണ്. ബാപ്പന്റെ ഗുരുത്തം കെട്ടോനാണ്. പിന്നെ എങ്ങനെ മക്കൾ വന്നാവും? പാർട്ടി സെക്രട്ടറി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഉടമയാണ്. പിന്നെ എങ്ങനെ ആര് ചോദിക്കും? നിങ്ങൾ മനസ്സിലാക്കുക. ഏതെല്ലാം അർത്ഥത്തിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് വന്ന വാർത്ത എന്താണ്? ലോകം മുഴുവൻ ഞാൻ ഈ അടുത്ത് വിദേശത്തൊക്കെ പോയപ്പോ അവിടേക്കുള്ള പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ലോകത്ത് വന്നിട്ടുള്ള സാമ്പത്തിക മാന്യത്തെ അവർക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഘടകം ക്രൂഡ് ഓയിലിന്റെ വില കുറവാണ്. പെട്രോളിനും ഡീസലിനും വളരെ ക്രമാതീതമായ വിധത്തിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കുറവ്. തമിഴ്നാട്ടിൽ കുറവ്, കർണാടകയിൽ കുറവ് എന്ന് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന് പ്രഖ്യാപിച്ചപ്പോ രാജ്യത്ത് മുഴുവൻ കുറവ്.
കേരളം എന്താ ചെയ്യുന്നത്? കേരളം വീണ്ടും 1 രൂപയോളം കൂട്ടി നമ്മളുടെ കയ്യിൽ നിന്ന് പിടിഞ്ഞെടുക്കുക. സെൻട്രൽ ഗവൺമെന്റ് കുറച്ച ഒരു തുക, ആഗോള വിപണിയിൽ കുറഞ്ഞുപോയ ഒരു തുക കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ അടുത്ത് കോഴിക്കോട്ടെ ജയതിലക് എന്ന് പറയുന്ന കലക്ടർ, ആ കലക്ടർ നിങ്ങൾ മാറ്റി, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ. എന്താ കലക്ടർ ചെയ്തെന്നറിയോ? മലപ്പുറത്തും നിങ്ങൾ ആലോചിക്കേണ്ട, ഇവിടെയും ആലോചിക്കേണ്ട ഒരു വിഷയം. കോഴിക്കോട് ജില്ലയിലെ ഗ്യാസ് ഏജന്റുമാരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ കലക്ടർ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. എന്താണ്? നമുക്കറിയാം, നമ്മളുടെ വീട്ടിലൊക്കെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടില്ല. ഇപ്പോ എല്ലാവരുടെ വീടുകളിലും ഗ്യാസ് കണക്ഷൻ ഉണ്ട്. നമ്മൾക്കൊരു ധാരണയുണ്ട്, ഗ്യാസിന് ഓർഡർ ചെയ്താൽ ആ ഗ്യാസ് നമ്മളുടെ വീട്ടിന്റെ മുമ്പിൽ എത്തുമ്പോ അത് കൊണ്ടുവരുന്നതിന് പണം കൊടുക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. എന്നല്ല, നിങ്ങൾ അറിയുമോ, നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു ഭാരത് ഗ്യാസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്യാസ് ഏജൻസിയുടെ ഏജൻഷിപ്പ് കിട്ടണമെങ്കിൽ പിടിവലി എന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ കൊടുത്തിട്ട് വേണം ഒരു ഏജൻസി കിട്ടാൻ. എന്തിനാണ് ധൃതി പിടിച്ച് ഏജന്റുമാരാവുന്നത്? അത്രയേറെ ലാഭം ഈ ഏജൻസി നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം എന്താണ്? എവിടെയാണെങ്കിലും ഉപഭോക്താവിന്റെ വീട്ടിന്റെ മുമ്പിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കണം. നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഗ്യാസ് സിലിണ്ടർ എത്തിക്കാനുള്ള അതിന്റെ വിഹിതം കൂടെ സെൻട്രൽ ഗവൺമെന്റ് ഏജന്റുമാർക്ക് കൊടുക്കുന്നു. എന്ന് നമ്മളോ 30 രൂപ മുതൽ 40, 50, 60, 75 രൂപ വരെ ഒരു സിലിണ്ടർ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ അധിക ചാർജ് നമ്മൾ കൊടുക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കലക്ടർ ജയത്തിലെ കലക്ടറായിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് വാങ്ങാൻ പാടില്ല. അങ്ങനെ അത് വിവാദമായപ്പോ മന്ത്രിയുടെ പൊതുവിതരണ മന്ത്രിയുടെ ക്യാബിനറ്റ് അദ്ദേഹത്തിന്റെ മുറിക്കകത്തിരുന്ന് ഗ്യാസ് ഏജന്റുമാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചു. എന്താ തീരുമാനം? സീതിപ്രകാരം പറഞ്ഞു അത് വാങ്ങണം. എങ്ങനെ വാങ്ങണമെന്ന് പറയാൻ കേരള ഗവൺമെന്റ് അധികാരമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സൗജന്യമായി എത്തിക്കാൻ അതിനുള്ള പണം കൊടുക്കുന്ന ഗ്യാസ്. നിങ്ങൾ ആലോചിക്കുക, അപ്പോഴാണ് അതിന്റെ കുട്ടൻസ് മനസ്സിലായത്. എന്താ കാര്യം? 4,29,781 കണക്ഷൻ. ഇപ്പോ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് പോലും കോഴിക്കോട് ജില്ലയിൽ മൊത്തം ഗ്യാസ് കണക്ഷനുകളുള്ളത് 4,29,781 പേർക്കാണ്. അത്ര പേർക്കാണ് ഒരു ഗ്യാസ് കണക്ഷൻ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ 4,29,000 എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കൂട്ടിക്കോ. ഒരാൾ 50 രൂപ ഒരു മാസം കൊടുത്താൽ എത്ര കോടിയാണ് ഒരു മാസം അന്യായമായ വഴികളിൽ ഗ്യാസ് ഏജന്റുമാരുടെ കയ്യിൽ കിട്ടുക? ഒരു വർഷം മിനിമം 10-20 കോടി ഉറുപ്പികയോളം ഒരു കണക്കിലും പെടാത്ത സംഖ്യ ഗ്യാസ് ഏജന്റുമാരുടെ കയ്യിൽ കിട്ടും. സർക്കാരിന്റെ കൈകളിലെത്തേണ്ട പണം ഇവിടുത്തെ ഗ്യാസ് ഏജന്റുമാരുടെ കൈകളിലെത്തും. അങ്ങനെ എത്തുമ്പോ ആ പണത്തിന്റെ വീതം 20 കോടി കിട്ടുമെങ്കിൽ അതിൽ എത്ര കോടി ഇവിടുത്തെ മന്ത്രിക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവണം? ഗ്യാസ് ഏജന്റുമാരെ വിടില്ല എന്ന് തീരുമാനിച്ച ജയതിലകിനെ അതിന്റെ പേരിൽ മാത്രം കോഴിക്കോട് നിന്ന് മാറ്റി. അഴിമതി എന്ന് പറയുന്നത് സാർവത്രികമായി സകലരും അതിന്റെ പറ്റുപറ്റാൻ തീരുമാനിച്ചു. ആര്? രാജ്യസഭാ സീറ്റ് കിട്ടിയപ്പോ ആദർശ പുങ്കവന്മാരായ CPI-കാരൻ മാളത്തിലേക്ക് മാറി. എല്ലാവരും ഈ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി. ഞാൻ പറയാറുള്ള ഒരു തമാശ ഉണ്ട്. ഇവിടെ ഈ അടുത്ത് ഞാൻ തളിപ്പറമ്പിൽ, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവിടെ എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനു കീഴിൽ ദുരിതങ്ങൾ അനുഭവിച്ചവരുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സങ്കടങ്ങൾ പറയാൻ, പോലീസുകാരുടെ ഒത്താശയോടെ കടകൾ കൊള്ളയടിച്ചു. ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു എന്റെ ഗൾഫിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ചു വന്നതാണ്, ഉള്ള പണം കൊണ്ട് ഞാനൊരു കച്ചവടം തുടങ്ങിയതാണ്. CPM-കാർ കട കൊള്ളയടിച്ചു. പോലീസ് നോക്കി നിൽക്കെ എന്റെ മസാലപ്പീടിയ മുഴുവൻ കുത്തി തുറന്ന് എല്ലാ സാധനവും എടുത്തുകൊണ്ടേ. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ സ്റ്റേഷന്റെ കട, അതെടുത്ത് സകല സാധനം. മറ്റൊരാൾ വന്ന് പറഞ്ഞു എന്റെ പാത്രക്കട, അവിടെയുള്ള എല്ലാ പാത്രങ്ങളും എടുത്തുകൊണ്ടുപോയി. ഓരോരുത്തർ സങ്കടങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ നോക്കിയാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആരാണ്? സഖാവ് പിണറായി വിജയനാണ്. മൂപ്പരുടെ നിലവാരത്തിനനുസരിച്ച് ഒരു 374 കോടിയൊക്കെ കട്ടിട്ട് അങ്ങനെ കുതിർക്കേട്. തൊട്ടു താഴെയാണ് പാർട്ടിയുടെ മന്ത്രിമാർ 100 കോടി, 20 കോടി, 30 കോടി എന്നൊക്കെയുള്ള രൂപത്തിൽ ഓരും കട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴോട്ട് വരുമ്പോ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി, കൊളാമ്പി, മസാലപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് അവരും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒരു കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പായി, അവരുടെ ഒരു കൂട്ടായ്മയായി, അവരുടെ ഒരു രൂപമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ ഒരു യാത്ര നടത്തുക. ആ യാത്ര അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു സന്ദർഭത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാവുക. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു വിവരക്കേട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യാൻ പാടുണ്ടായിരുന്നു. വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറയാറുണ്ട്. ഈ സമയം ദിവസവും വാർത്തയാണ്, ഓരോ ദിവസവും വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒരു വലിയ അഴിമതി കേസ്. നിങ്ങൾ മനസ്സിലാക്കണം, ബൊഫോഴ്സ് കേസ്.
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്ന് ബോഫോഴ്സ് കേസായിരുന്നു. ഈ തലമുറയിൽപ്പെട്ട MSFകാർക്ക് അത്രയേറെ ഓർമ്മ ഉണ്ടാവില്ല. യൂത്ത് ലീഗുകാരായ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ കേട്ടുകൊണ്ടിരുന്ന ഒരു വാചകം, ഒരു അഴിമതി കേസ് ബോഫോഴ്സ് കേസായിരുന്നു. എത്ര കോടിയാണ് ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റിന് അട്ടിമറിക്കപ്പെട്ട ആ ഗവൺമെന്റ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോയ ബോഫോഴ്സ് കേസ് 65 കോടി ഉറുപ്പിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 65 കോടി ഉറുപ്പിയ. നരസിംഹറാവുവിനെ അപകടപ്പെടുത്തിയ 1 കോടി ഉറുപ്പിയത് എന്താണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാളക്കൂട്ടൻ വിവാദം, ഹർഷോദ് മേത്തമയുമായി ബന്ധപ്പെട്ട വിവാദം, 1 കോടി ഉറുപ്പികയുടെ ബാഗിന്റെ കണക്ക് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. 1 കോടി ഉറുപ്പിക. ബോഫോഴ്സ് കേസ് ഒരിക്കലും CBI അന്വേഷിച്ചതല്ല, CBI കണ്ടുപിടിച്ചതല്ല. ബോഫോഴ്സ് കേസ് എവിടെ നിന്നാണ് വന്നത്? ആ കേസ് വന്നത് CAG റിപ്പോർട്ടാണ്. സഖാബ് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മനസ്സിലാക്കണം, ഇന്ത്യയിലെ പരമാധികാര അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയോ അല്ല ബോഫോഴ്സ് അന്വേഷിച്ചത്. എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് രാജിവെക്കാൻ പറയുകയും ആ പ്രധാനമന്ത്രിയുടെ മുകളിൽ ചളിപുവാരി എറിയുകയും ചെയ്ത കേസ് CAG റിപ്പോർട്ടാണ്, CBI അന്വേഷണമല്ല, ഒരു അന്വേഷണ റിപ്പോർട്ടും അല്ല. ആ ബോഫോഴ്സ് കേസ് 65 കോടിയാണ്.